ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഫുഡ് ഒരു വെറൈറ്റി ഫുഡാണ്. കാരണം വെറൈറ്റി എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടിക്കാലങ്ങൾ ഓർമ്മ വരും ഇത്. അപ്പം ഇപ്പം ഞാനത് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കുഞ്ഞിലെ നമ്മുടെ അമ്മ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെയോ അല്ലെങ്കിൽ ഞായറാഴ്ച സ്കൂളിലാണ്ടൊക്കെ ഇരിക്കുമ്പോൾ അന്നത്തെ ആ ഒരു ഇതിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങൾക്കത് വെക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ പഴമാണ് വെക്കുന്നത്. അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്നുള്ളത്. പപ്പടം, ഇത് പായസത്തിന്റെ പേര് ഗോതമ്പ് പൊടി ഉണ്ടാക്കണേന്ന്. ഞങ്ങളൊക്കെ അന്ന് ചെറുപ്പത്തിൽ അത് ഉണ്ടപ്പായസം ഉണ്ടാക്കി താമെന്നാ പറയാറ്. ഉണ്ടപ്പായസം. അപ്പൊ ഞങ്ങൾ ഇട്ടിട്ട് പായസം, എന്ത് പായസം ഉണ്ടാക്കുമ്പോഴും എൻ്റെ അച്ഛന് പഴം ഇടണം. ഏത്തപ്പഴയിൽ നുറുക്കിയിരുന്നത് എന്ത് പായസം കഴിക്കാറ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളൊരു ഓണോ വിഷു എന്ത് വന്നാലും ഇതാണ് ഞങ്ങൾ കൂടുതലും കഴിച്ചിട്ടുള്ളത്. കാരണം അന്ന് നമുക്ക് ഇതിങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ പായസം ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ശൗവരി ഇട്ടിട്ടുണ്ട്. കുറച്ച് ശൗവരി ഉണ്ടായപ്പോൾ അതിട്ട്, പിന്നെ ഏത്തപ്പഴം, ഇത് പിന്നെ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് ചപ്പാത്തി കുഴക്കണ കുഴച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കണം. ശർക്കര പായസമാണ്. ഞങ്ങളുടെ ചെറിയ കുട്ടിക്കാലത്തെ ഒരു ഇതായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കണം. ഒരുപാട് ടേസ്റ്റുള്ള പായസമാണ്. ഒത്തിരി ഞങ്ങളിപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇവിടെ കുട്ടിക്കാലം അങ്ങോട്ട് ഒത്തിരി പുറകോട്ട് അങ്ങനെ ഇതായിപ്പോൾ. ഞങ്ങളുടെ അമ്മ ഇന്ന് ഉണ്ടാക്കി, മിക്കപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കി തരാറ്. മധുരം കഴിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അമ്മ പറയാൻ ഉണ്ടപ്പായസം ഉണ്ടാക്കി. ഇത് തന്നെ അമ്മ മൈദയിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. വല്ലാത്തൊരു ടേസ്റ്റാണിത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്കത്. അടിപൊളി. പഴം ഇട്ടിട്ടുണ്ട്, ഏത്തപ്പഴം നുറുക്കി, കശുവണ്ടിയും തേങ്ങാക്കൊത്തൊക്കെ അറുത്തിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് നമ്മുടെ അച്ഛന് ഈ പായസം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കി. നമുക്ക് ഒരുപാട് ഓർമ്മകൾ കിട്ടുമല്ലോ. ഓർമ്മകൾ അല്ലെങ്കിൽ നമുക്കുണ്ട്, എന്നാലും അതിൻ്റെ ഒരു എന്ത് പായസം കുടിച്ചാലും ഈ പായസത്തിൻ്റെ അത്ര പറ്റില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒത്തിരി ഒത്തിരി ഇതുള്ള ഒരു പായസവും. നല്ല മധുരവും നല്ല ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്ക്. ഞാൻ ഗോതമ്പുണ്ട ചെറിയ ഉരുളയാക്കി വെള്ളം തിളയ്ക്കുമ്പോൾ വേവിച്ച് അതിൽ ശർക്കര നീരൊഴിച്ച് ശൗരി വറുത്ത് അതും ഇട്ട് നല്ലോണം വെന്ത് വന്നപ്പോൾ 2 ടീസ്പൂണ് ഗോതമ്പ് പൊടി കലക്കി ഒഴിക്കണം. അത് നല്ല വെന്ത് പാകുമ്പോൾ ഒരു ഗ്ലാസ് കാച്ചിയ പാല്, തേങ്ങാപ്പാൽ ഒഴിക്കാം, അല്ലാണ്ട് ഒഴിക്കണം. ഇപ്പം ഇത് ഞാൻ പാക്കറ്റ് പാല് മേടിച്ച് ഇതാക്കിയിട്ടാണ് ഒഴിച്ചാൽ. നല്ല തിളച്ച് കുറുകി വരുമ്പോൾ തേങ്ങക്കൊത്തും പിന്നെ കശുവണ്ടി, ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് അല്ല ആ പഴവും എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബായ്.